ചെറിയൊരു ആകാംക്ഷ. സുനിത വില്യംസ് പുറത്തെത്തിയിരിക്കുന്നു. സുനിത വില്യംസിനെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ നിന്ന് പുറത്തിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, കൈവീശി കാണിച്ചുകൊണ്ട് തനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. പേടകത്തിൽ ഡ്രോപ്പ് പാരച്യൂട്ടുകൾ വിടർന്നിരിക്കുന്നത് കാണാം. വേഗം കുറച്ചു വേണ്ടിയിരിക്കണം. ഇപ്പോൾ തന്നെ വേഗം വളരെയധികം കുറക്കാൻ ആ രണ്ട് ചെറു ഡ്രോപ്പ് പാരച്യൂട്ടുകൾ കൊണ്ട് തന്നെ സാധിക്കും. ഇനി മെയിൻ പാരച്യൂട്ട് വിടണം അല്പ സെക്കൻഡുകൾക്കുള്ളിൽ. The mains are quite a bit larger. You'll be able to notice the difference on your screen once they deploy and they continue to ensure that the Dragon spacecraft slows down even further. As we mentioned, Freedom will be traveling 16 miles per hour when it splashes down off the coast of Tallahassee, Florida, here at 2:57 p.m. Pacific time this afternoon. And there we go. We have visual on 4 healthy mains. മെയിൻ പാരച്യൂട്ടുകൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. വേഗം വീണ്ടും കുറയുന്നു. അടുത്ത 3 മിനിറ്റുകൾ കൊണ്ട് വളരെ മെല്ലെ വളരെ സുരക്ഷിതമായി ഡ്രാഗൺ ഫ്രീഡം പേടകം 4 യാത്രികരുമായി ഗൾഫ് ഓഫ് മെക്സിക്കോയിൽ ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്ന് ലാൻഡ് ചെയ്യും. മെയിൻ പാരച്യൂട്ടുകൾ കൂടി വിടർന്നിരിക്കുന്നു. ഇതുവരെ ഒരു പ്രശ്നവുമില്ല. വളരെ സുരക്ഷിതമായി സുനിത വില്യംസും കൂട്ടാളികളും ഇതാ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. നിക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, അലക്സാണ്ടർ ഗോർബനോ 4 പേരാണ് ക്രൂ 9 സംഘാംഗങ്ങൾ. ഇത് അല്പ സെക്കൻഡുകൾക്കകം 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഡ്രാഗൺ ഫ്രീഡം പേടകം കടലിൽ ഇറങ്ങും. And we're going to stand by for splashdown located in the Gulf of America off the coast of Tallahassee, Florida. ഫ്ലോറിഡയിലെ ടലഹാസി പട്ടണത്തോട് ചേർന്ന ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് ഇപ്പോഴും അമേരിക്ക വിളിക്കുന്ന ഗൾഫ് ഓഫ് മെക്സിക്കോ എന്ന് നമുക്കിപ്പോഴും വിളിക്കാവുന്ന ഇറങ്ങിയിരിക്കുന്നു. സുനിത വില്യംസും സംഘവും ഇതാ തിരിച്ച് ഭൂമിയിൽ എന്ന് ഇപ്പോൾ നമുക്ക് പറയാം. കടലിൽ സുരക്ഷിതമായി ഡ്രാഗൺ ഫ്രീഡം പേടകം ഇറങ്ങിയിരിക്കുകയാണ്. പാരച്യൂട്ടുകൾ അതിന്റെ ജോലി കൃത്യമായി ചെയ്തു. ഹീറ്റ് ഷീൽഡ് അതിന്റെ ജോലി കൃത്യമായി ചെയ്തു. വളരെ സുരക്ഷിതമായി പറഞ്ഞുറപ്പിച്ചതുപോലെ കണക്കുകൂട്ടൽ ഒരു അണുവിട മാറ്റവുമില്ലാതെ ഇതാ ക്രൂ 9 സംഘം തിരിച്ച് ഭൂമിയിലെത്തിയിരിക്കുന്നു. സുനിത വില്യംസ് മാത്രമല്ല, കൊണ്ടുപോകുന്ന ലോഞ്ച് വെഹിക്കിൾ ഹ്യൂമൻ റേറ്റഡ് ആക്കണം എന്നുള്ളതാണ്. ഹ്യൂമൻ റേറ്റഡ് ആക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേജസും റിലയബിൾ ആയിരിക്കണം. റിലയബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ്, ടെസ്റ്റിംഗ്, സബ്സിസ്റ്റംസ് എല്ലാം വേണ്ട രീതിയിൽ ടെസ്റ്റ് നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യില്ലെന്നല്ല, പക്ഷേ ഹ്യൂമൻ റേറ്റഡ് ആക്കാനുള്ള കുറെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇത്ര മാർജിൻ വേണം. ഡോക്ടർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ ലൈവിൽ കാണുന്നതുകൊണ്ടാണ് ഇടപെടുന്നത്. ആദ്യ സ്പീഡ് ബോട്ട് സംഘം ഇപ്പോൾ ഇതാ ക്രൂ പേടകത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മെല്ലെ ആ ക്രൂ പേടകത്തിലേക്ക് ഹുക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കുറച്ച് നേരത്തേക്ക് ശ്രദ്ധിക്കാം. The Draco thruster nozzles or outlets. The hyperbolic fuel, which is necessary for on-orbit burns to maneuver the spacecraft. Unfortunately, those hyperbolics are unable to be breathed. They are toxic, and so this team here is doing those initial safety checks to make sure that it is safe for the rest of the recovery team to approach the spacecraft. They're also checking to make sure ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലെവലിൽ വരെ കഴിയാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞ പോലെ സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പിന്നെ ട്രജക്ടറി സ്റ്റഡീസ് ഇപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞു ചില ദിവസം 30 മണിക്കൂർ വരെ എടുക്കാം, ചിലപ്പോൾ 17 മണിക്കൂർ എടുക്കാം. ഇതെല്ലാം ട്രജക്ടറിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ട്രജക്ടറി സ്റ്റഡീസ്, മിഷൻ സ്റ്റഡീസ് ഈ ഓർബിറ്റിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അബോർട്ട് എന്നുള്ള വന്നു കഴിഞ്ഞാലും ക്രൂവിനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള നന്ദി ഡോക്ടർ ഗീത കാര്യങ്ങൾ വിശദീകരിച്ചതിന്. നമുക്ക് വീണ്ടും തിരിച്ചറിയാം. ഇപ്പോൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് റിക്കവറി ഓപ്പറേഷൻസ് കടക്കുകയാണ്. ഡോർ തുറക്കുന്നു, വാതിൽ തുറന്നു. അങ്ങനെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിന്റെ വാതിൽ ഇതാ തുറന്നിരിക്കുന്നു. 4 പേരെയും പുറത്തേക്ക് എത്തിക്കാൻ പ്രത്യേക വിദഗ്ധ സംഘത്തിലെ പരിശീലനം ലഭിച്ചയാൾ ഇതാ പേടകത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. ആദ്യ യാത്രികൻ നിക് ഹേഗ് ആണോ അലക്സാണ്ടർ ഗോർബനോ ആണോ എന്ന് ഒന്ന് സ്ഥിരീകരണം ആവശ്യമുണ്ട്. We can see folks on board clapping as our first crew member. And that is NASA astronaut Nick Hague. അതെ, നിക് ഹേഗിനെയാണ് ആദ്യം ക്രൂ 9 ഡ്രാഗൺ സംഘത്തിന്റെ ഭാഗമായി നിക് ഹേഗിനെയാണ് ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ നിന്ന് ആദ്യം പുറത്തു കൊണ്ടിരുന്നത്. ഒരു കുഴപ്പവുമില്ല, ചിരിച്ചുകൊണ്ട് കൈ വീശിക്കൊണ്ട് അദ്ദേഹം ഇതാ പുറത്തെത്തിയിരിക്കുന്നു. ആദ്യം നിക് ഹേഗ്, പിന്നാലെ വരാൻ പോകുന്നത് അലക്സാണ്ടർ ഗോർബനോവിനെ മെല്ലെ പൊക്കിയെടുത്ത് ആ സ്ട്രക്ചറിലേക്ക് മാറ്റുന്നു. ചിരിച്ചുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങുന്നത്. ഒരു ബുദ്ധിമുട്ടും യാത്രയിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെയും വളരെ സുരക്ഷിതനായി എടുക്കുന്നു. അദ്ദേഹവും
വളരെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിൽ ചെറിയൊരു ആകാംക്ഷ. സുനിത വില്യംസ് പുറത്തെത്തിയിരിക്കുന്നു. സുനിത വില്യംസിനെ ഡ്രാഗൺ ഫ്രീഡം പേടകത്തിൽ നിന്ന് പുറത്തിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, കൈവീശി കാണിച്ചുകൊണ്ട് തനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സ്വയം എഴുതി